ഒരു എക്സ്പെരിമെൻ്റ് കിറ്റ്, പരീക്ഷണ കിറ്റ് നിർമ്മിക്കാൻ നമ്മളെ പാഠഭാഗത്തിലുണ്ട്. ഒന്നുമില്ല, ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ടൂൾസ് ഉൾപ്പെടുന്ന ഒരു കിറ്റ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ കുറച്ച് ബലൂൺസ്, പിന്നെ ഇതാണ് നമ്മളെ ഗ്ലൂ ഗണ്ണ്, പിന്നെ ഇത് സോൾഡറിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ ഒരു ഹാൻഡ് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു കട്ടറുണ്ട്, കുറച്ച് മാച്ച് ബോക്സ്, ബ്ലേഡ്, പേപ്പർ കട്ടർ, പിന്നെ ഇത് ചെറിയൊരു സ്റ്റെതസ്കോപ്പാണ്. അത് ശരിക്കുള്ളതാണ്, വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാം. മേസൺ പൈപ്പ് കൊണ്ട്. ഇത് ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റൊക്കെ പിന്നെ അവതരിപ്പിക്കാൻ ആവശ്യമായ കുറച്ച് പേപ്പേഴ്സാണ്. ഒരു ക്യാൻഡിലുണ്ട്, പിന്നെ നമ്മളെ ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ 9 വോൾട്ടിൻ്റെ സെല്ലുകൾ, പിന്നെ ഒരു മിനി മോട്ടർ, ഇതിൽ ആർക്ക് ടൈപ്പ് മാഗ്നറ്റ് ഉണ്ട്, നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു LED സ്ട്രിപ്പുണ്ട്, പിന്നെ ഇത് സൈഫണാണ്. ഇപ്പോൾ ഒരു ടെക്നോളജി ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് കാണപ്പെടുന്നില്ലേ, ജസ്റ്റ് ഒന്നുമില്ല, എയറിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ആക്സസ് പോലത്തെ നിന്നൊക്കെ വലിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു ഗ്ലൂ ഉണ്ട്, സ്ട്രോ ഉണ്ട്. പിന്നെ ഇത് മാത്സുമായി ബന്ധപ്പെട്ട നമ്മളെ പാർട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംവിധാനം. ഇതൊരു CD കൊണ്ട് നിർമ്മിച്ചാണ്. ഇതൊരു ഹൈസ്കൂൾ ലെവലിൽ ഒരു എയർ കുഷ്യൻ മെത്തേഡിൻ്റെ ഫ്രിക്ഷനായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. ഇത് ഇങ്ങനെ ഈ ഒരു ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, എയർ പ്രഷർ കൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് നടക്കും. പക്ഷേ CD ചെറിയ ബ്രേക്ക് ഉണ്ട്.